ഓക്കെ, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റഡി ബോർഡ് PSC ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കിടക്കാം. ആമുഖമായിട്ട് അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ക്ലാസ് കുറച്ച് ലെങ്തി ആയി പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായിട്ടും വിദ്യാർത്ഥികളൊന്ന് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് കംപ്ലൈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക, അത് പ്രകാരം പ്രവർത്തിക്കുക. എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് വരുന്നുണ്ട്. പ്രൊവൈഡ് ലോൺ ഓർ കൺസ്യൂമർ ഗുഡ്സ്, പിന്നെ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയർ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. നിങ്ങൾ പരിശോധിച്ച് കഴിയുകയാണെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട കോർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഒന്ന് സർവീസ് ഓവർ പ്രോഫിറ്റ് ആണ്. മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ വരുന്നുണ്ട്. എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. പ്രൊമോഷൻ ടു തെഫ്റ്റ് ആൻഡ് സേവിങ്സ് ഒബ്ജക്റ്റീവാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ശ്രദ്ധിക്കുക, സർവീസ് ഓവർ പ്രോഫിറ്റ്, മ്യൂച്വൽ ഹെൽപ്പ്, എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ, പിന്നെ തെഫ്റ്റ് ആൻഡ് സേവിങ്സ് വർദ്ധിപ്പിക്കുക, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അടുത്തത് ചെയർമാൻ ഓഫ് കേപ്പ് ആണ്. കേപ്പ് എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണ് വരുന്നതെന്ന് നോക്കാം. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ ഇത് തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരേണ്ട സംഗതിയാണ്. ശരിക്കും ചീഫ് മിനിസ്റ്ററാണ് ഇവിടെ. ശ്രദ്ധിക്കുക, ചീഫ് മിനിസ്റ്ററാണ് കേട്ടോ ആൻസർ. നേരത്തെ നമ്മൾ കോപ്പറേറ്റീവ് മിനിസ്റ്റർ എന്നുള്ള തെറ്റായ ഓപ്ഷനാണ് ഇവിടെ വന്നത്. ശരിക്കും ചീഫ് മിനിസ്റ്ററാണ്. കേപ്പ് ഫങ്ഷൻസ് അണ്ടർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ചീഫ് മിനിസ്റ്ററാണ്. വൈസ് ചെയർമാൻ ആണ് ആര്? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. അത് കഴിഞ്ഞാൽ ഫോം നമ്പർ യൂസ് ടു ക്രിയേറ്റ് ഗെഹൻ ആണ്. ഗെഹൻ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ട ഫോം നമ്പർ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളിവിടെ നോക്കിയാൽ 8B ആണ്. റൈറ്റ് ആൻസർ എന്താണ്? 8B ആണ് വരുന്നത്. ഫോം 8B ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഗെഹൻ മോർഗേജ് ഇൻ കോപ്പറേറ്റീവ് റെക്കോർഡ്സ് ആണ്. മറ്റ് ഫോമുകളെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നീട് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ മിൻഡോ മോർലി ആണോ അല്ല ഏതിലാണ് ആരാണ് റെക്കമെൻഡ് ചെയ്തത്? മിൻഡോ മോർലി, എന്താണ് ഗോർവാല, മെക്ലഗൻ, മൊണ്ടേഗ്യൂ, ഇതിൽ ആരാന്നുള്ളതാണ്. അപ്പോൾ അതിലിവിടെ നോക്കിക്കഴിഞ്ഞാൽ മെക്ലഗൻ കമ്മിറ്റി എംഫസൈസ് എന്താണ്? ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. ഇവിടെ കൊടുത്ത പോലെ എന്താണ് അത്? മെക്ലഗൻ കമ്മിറ്റിയാണ് കേട്ടോ. അടുത്തതായിട്ട് പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓണറാണോ, ഓഫീസറാണോ, അഡ്വൈസറാണോ, എംപ്ലോയി ആണ്? ഓണറാണോ, ഓഫീസറാണോ, അഡ്വൈസറാണോ, എംപ്ലോയി ആണ്? പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻസർ വരുന്നത് ഓഫീസറാണ്. പ്രസിഡന്റ് എന്താണ്? ഈസ് എൻ എലക്റ്റഡ് ഓഫീസർ ബെയറർ ആണ് കേട്ടോ. എലക്റ്റഡ് ആയിരിക്കും, ബട്ട് ഈസ് എൻ ഓഫീസ് ബെയറർ എന്നുള്ളതാണ്. ഓണർ ആയില്ല, അഡ്വൈസർ ആയില്ല, എംപ്ലോയി ആവില്ല. ഈ വിൽ ബി എൻ ഓഫീസർ. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾ ഓഫ് കൗൺസിൽ. ഏത് ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? 5ആണോ, 6ആണോ, 7ആണോ, 9ആണോ? ആൻസർ വരുന്നത് 7ാമത്തെ ഷെഡ്യൂളിലാണ്. കോപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് അണ്ടർ 7th ഷെഡ്യൂൾ എന്നുള്ളതാണ്. 7th ഷെഡ്യൂളാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അമൂലായിട്ട് ബന്ധപ്പെട്ടതാണോ? NDDB, മിൽമ, NCDC. ഇവിടെ നമുക്ക് ആൻസർ എന്താ വരുന്നത്? എന്താണ്? NDDB ആണ്. അതായത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ അണ്ടറിൽ എന്താണ് വന്നിട്ടുള്ള ഒരു ബോർഡാണ്. അത് 1970 പ്രവർത്തനം തുടങ്ങുന്നത്. വൈറ്റ് റവല്യൂഷൻ, നമ്മുടെ ക്ഷീരവിപ്ലവം, ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ക്ഷീരോത്പാദനം, അതായത് പശുവും പാല് അല്ലെങ്കിൽ പാലുൽപാദനം ഏറ്റവും കൂടുതൽ എന്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് ഈ ഒരു എന്താണ് ബോർഡാണ്. അത് ഡോക്ടർ വർഗീസ് കുര്യനാണല്ലോ അതിന് മുൻപന്തിയിൽ നിന്ന് നയിച്ചത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് മിൽക്ക് ഡേ, ലോകത്തിലെ ക്ഷീരദിനം എന്ന് അറിയപ്പെടുന്നത് ജൂൺ 1 കേട്ടോ. ജൂൺ 1 വരുന്നത്. പിന്നീട് മിൽമ നിലവിൽ വന്നത് 1980.
പിന്നീട് 63-ലാണ് NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1963 കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ് MSCS ആക്ട് 2002 ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ. അപ്പോൾ ഇതിൽ MCS ആക്ട് 2002 അത് എന്താണ് സെക്കൻഡ് ഷെഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. MSCS ആക്ട് 2002 ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഷെഡ്യൂളിൽ എന്താണ്, എന്ത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്ത് കണ്ടൻ്റാണ് അതിലുള്ളത് എന്നുള്ളതാണ്. വാല്യൂസ് ആണോ, പ്രിൻസിപ്പിൾസ് ആണോ, വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണോ, നൺ ആണോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആട്ടോ MSCS ആക്ട്. സോ സെക്കൻഡ് ഷെഡ്യൂൾ കണ്ടെയ്ൻസ് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, MSCS ആക്ട് 2002. ഇനി അടുത്തത് UN ഡിക്ലെയർ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. വളരെ സിമ്പിളാണ്, 2012. നെക്സ്റ്റ് ICA ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ടു ബ്രസൽസ് ഏത് വർഷമാണ്? അതും 2012. ICA മൂവ്ഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓപ്പറേഷൻസ് ടു ബ്രസൽസ് ഇൻ 2012 ആണ്. അപ്പോൾ 2012 ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ മൾട്ടി സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്, ഇതിൻ്റെ ആൻസർ എന്താണ്? മൾട്ടി സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവിൻ്റെ ആൻസർ വരുന്നത് IFFCO ആണ്, അതായത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റെഡ് കളർ ഇൻ ICA ഫ്ലാഗ് സ്റ്റാൻഡ്സ് ഫോർ. ഇതിൽ റെഡ് കളർ ഇൻ ICA ഫ്ലാഗ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിലൂടെ ആൻസർ വന്നിരിക്കുന്നത് എന്താണ്? കറേജ് ആണ്. റെഡ് സിംബലൈസസ് കറേജ് എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ റെയിൻബോ ഫ്ലാഗ് ആണ് എന്തിലുണ്ടാവുക? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഫ്ലാഗ് റെയിൻബോ ഫ്ലാഗ് ആണ്. റെഡ് ഫോർ കറേജ് ഓർ ടു സ്റ്റാൻഡ് ടുഗദർ ആണ്. ഓറഞ്ച് ഹോപ്പ് ആണ്. യെല്ലോ വാംത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ് ആണ്. റെഡ് ഫോർ കറേജ് ആണ്, യെല്ലോ ഹോപ്പ് ആണ്, കറേജ് ഹോപ്പ്, പിന്നെ വാംത്ത് ആണ്. പിന്നെ എന്താണ്? ഗ്രീൻ ഗ്രോത്ത് ആണ്, ഗ്രോത്തിൻ്റെ കളറാണ്. സ്കൈ ബ്ലൂ അൺലിമിറ്റഡ് ഹൊറൈസൺസ് ആണ് ആൻഡ് പോസിബിലിറ്റീസ് ആണ്. ഡാർക്ക് ബ്ലൂ ഹാർഡ് വർക്ക് ആണ്. വയലറ്റ് റെസ്പെക്റ്റ് ആണ്. കറേജ് റെസ്പെക്റ്റ് ആണ്. പിന്നെന്താണിത്? ഹോപ്പ്, വാംത്ത്, ഗ്രോത്ത്, അൺലിമിറ്റഡ് ഹൊറൈസൺസ് ആൻഡ് പോസിബിലിറ്റി. അതായത് സ്കൈ ബ്ലൂ പോലെ, ബ്ലൂ സ്കൈനെയാണ് സൂചിപ്പിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ഹാർഡ് വർക്കാണ്. വയലറ്റ് റെപ്രസെൻറ്റ്സ് റെസ്പെക്ട് ഫോർ അതേഴ്സ് ആണ്. ഓക്കെ, October 2nd, 2058 ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളതാണ്. അത് NCDC ആണ്. ഇറ്റ് വാസ്, ശ്രദ്ധിക്കുക, 1963 NCDCയുടെ ആക്ട് വരുന്നത്. പക്ഷേ 58 മുതൽ അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഫൗണ്ടഡ് ഇൻ 58 ആണ് കേട്ടോ. അത് എനാക്ട് ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കുന്ന എന്താണ്? അത് 63 എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 63 ബട്ട് കോൺസെപ്റ്റ് ഡേറ്റ്സ് ഏർലിയർ. കോപ്പറേറ്റീവ് പ്ലാനിങ് എക്സാം കീ ഓഫൻ NCDC. അപ്പോൾ NCDC ആണ് അതിൽ വരുന്നത്. പിന്നീട് PACS എന്താണ്? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഗ്രാസ് റൂട്ട് ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ടയറിലായിട്ടാണ് ഇതല്ലേ. പാക്സ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നീട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് വരിക. അങ്ങനെ 3 ടയറിലായിട്ടാണ് ഉണ്ടാവുക. അതിൽ ഗ്രാസ് റൂട്ട് ലെവലുള്ളതാണ് PACS, അതായത് പാക്സ്, അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. പിന്നെ ലാംസ് എന്ന് വെച്ചാൽ എന്താണ്? ലാർജ് സൈസ്ഡ് എന്താണ്? മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് ആണ്. ലാർജ് സൈസ്ഡ് അഗ്രികൾച്ചറൽ മൾട്ടിപർപ്പസ് ആണോ, അല്ലെങ്കിൽ ലാർജ് സൈസ് ആദിവാസി ആണോ, അല്ലെങ്കിൽ നണ്ണാണോ? ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആട്ടോ. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടി വേണം. ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ലാംപ് സെർവ് എന്താണ്? ട്രൈബൽ ഏരിയാസ് ആണ്. സൊസൈറ്റി എക്സംപ്റ്റഡ് ഫ്രം എന്താണ്? ഓഡിറ്റ് ഫീസ് എന്താണ്? ഓൾ ആണ്. റൂൾ അലൗസ് എന്താണ്? എക്സംഷൻ കാറ്റഗറീസ് SCST, കൺകറൻറ്റ് ഓഡിറ്റ്, സോഷ്യൽ വെൽഫെയർ ഓൾ വരും എന്നുള്ളതാണ്. സോ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഏത് സെക്ഷൻ പ്രകാരമാണ്? 73, 74, 72, 70. ശ്രദ്ധിക്കുക, ചെറിയൊരു തിരുത്തുണ്ട്. 75 ആണ്. സെക്ഷൻ 75 ആണ് എന്ത്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നീട് ഗവൺമെൻറ് നോമിനേഷൻ എത്ര മെമ്പേഴ്സ് ആണ് എന്നുള്ളതാണ്. 3 മെമ്പേഴ്സാണ്. യൂഷ്വലി നോട്ട് മോർ ദാൻ 3 ആണ്. ഗവൺമെൻറ് 3 മെമ്പേഴ്സിനാണ് നോമിനേറ്റ് ചെയ്യുക. അടുത്തത് ബേസ്ഡ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്താണ്? കോർപ്പറേഷൻ, ക്യാപിറ്റലിസം, സോഷ്യലിസം, ട്രേഡ് യൂണിയൻ. സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് വരുന്നത് ക്യാപിറ്റലിസം ആണ്. പ്രോഫിറ്റ് അധികം ക്യാപിറ്റലിസമായിട്ട് ബന്ധപ്പെട്ടോ. ചൗധരി ബ്രഹ്മപ്രകാശ് എല്ലാ MP ആയിട്ടുണ്ട്, NCUI GS ആയിട്ടുണ്ട്,
യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് എന്താണ് ഇദ്ദേഹം എല്ലാ മേഖലയിലും നിന്നുണ്ട്. അല്ലെങ്കിൽ ഹി ഹെൽഡ് മൾട്ടിപ്പിൾ റോൾസ് ആണ്. പിന്നീട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 വാസ് enacted with the objective to facilitate voluntary formation and democratic functioning, to enable people to promote economic and social betterment, to provide functional autonomy and freedom. All of these ആണ്. വോളണ്ടറി ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എനേബിൾ പീപ്പിൾ ടു പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൊവൈഡ് ഫങ്ഷണൽ ഓട്ടോണമി ആൻഡ് ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ദ സെൻറ്റനിയൽ ഇയർ ഫോർ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സെൻറ്റനിയൽ ഇയർ ഏതാണെന്നുള്ളതാണ് 2004 കാര്യം ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1904 ആണ്. സോ സെൻറ്റനിയൽ ഇയർ ഈസ് 2004. ഇപ്പോൾ 2004 ഉത്തരം വരുന്നത്. ദ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ അഗ്രികൾച്ചറൽ ഇൻഡെപ്റ്റ്നെസ് 2006 ചെയർമാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ അഗ്രികൾച്ചറൽ ഇൻഡെപ്റ്റ്നെസ് 2006 ചെയർമാൻ ആർ രാധാകൃഷ്ണയാണ്. ഓക്കെ. എഡ്യൂക്കേഷൻ ഫണ്ട് മസ്റ്റ് ബി പെയ്ഡ് വിത്തിൻ മന്ത്സ് ഫ്രം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് എത്ര കാലം കൊണ്ടാണ് എഡ്യൂക്കേഷണൽ ഫീസ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 മാസം കൊണ്ടാണ് കേട്ടോ. എഡ്യൂക്കേഷൻ ഫണ്ട് മസ്റ്റ് ബി റെമിറ്റഡ് വിത്തിൻ 2 months ആഫ്റ്റർ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. പിന്നീട് കളക്റ്റീവ് മാനേജ്മെൻറ്റ് റിയലൈസ്ഡ് ത്രൂ. കളക്റ്റീവ് മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കളക്റ്റീവ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സിലൂടെയാണ്. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഡെമോക്രാറ്റിക് ത്രൂ എലക്ഷൻസ് എന്നുള്ളതാണ്. പിന്നെ നോട്ട് എ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, നാഫെഡ്, മദർ ഡയറി, പിന്നെ IFFCO, പിന്നെ ക്രിബ്കോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മദർ ഡയറി ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് ഫെഡറേഷൻ കേട്ടോ. മദർ ഡയറി ഒരു കോപ്പറേറ്റീവ് ഫെഡറേഷൻ അല്ല. ഫൗണ്ടർ ഓഫ് ദ കോർപ്പറേറ്റർ ജേണലാണ് ഡോക്ടർ വില്യം കിങ് അല്ലേ. 1828 കോർപ്പറേറ്റർ സ്ഥാപിച്ചത്. കോപ്പറേറ്റീവിൻ്റെ മാഗസീനാണ്, ഇൻ്റർനാഷണലി ഇറങ്ങുന്ന മാഗസീനാണ്. സോ ഡോക്ടർ വില്യം കിങ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. 1828 ആണ്. 1828 അങ്ങനെ ആലോചിച്ച് വെക്കുക. കോർപ്പറേറ്റർ കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിലേതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തത്? ഇപ്പോൾ 8 ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മോർഗേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഫൈനൽ അതോറിറ്റി 26 ആണ്. ആപ്ലിക്കേഷൻ 6. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ 26 കറക്റ്റാണ്, 6 കറക്റ്റാണ് ഇവിടെ. അപ്പോൾ ശരിക്കും ഇതൊരു നമ്മൾ പറയുകയാണെങ്കിൽ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാർട്ട് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഏത് പാർട്ടിലാണ് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. പാർട്ട് 5. ഇപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ അതായത് 5th പാർട്ടിലാണ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ചിട്ട് പറയുന്നത്. പാർട്ട് 5 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലൈസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. പിന്നെ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A ആരാണെന്നുള്ളതാണ്. ആർബിട്രേറ്റർ ആണ്. 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസർ ആരാണ്? ആർബിട്രേറ്റർ ആണ്. കോഓപ്പറേഷൻ ബിക്കെയിം എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ഫ്രം 1919 മുതലാണ് അല്ലേ കോർപ്പറേഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. പിന്നീട് വിഖേ പാട്ടീൽ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 2001 2001. പിന്നെ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ എത്ര ദിവസം കൊണ്ട് നടത്തണം? കോപ്പറേറ്റീവ് രജിസ്ട്രേഷന് ശേഷമാണ്. രജിസ്ട്രേഷന് ശേഷം എത്ര ദിവസം കൊണ്ട് നടത്തണം എന്നുള്ളതാണ്. 90 ദിവസങ്ങളാണ്. 90 ഡേയ്സിനുള്ളിൽ നടത്തണം കേട്ടോ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ വരുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈ ആണ്. ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈയിലാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ വരുന്നത്. സിമിലാരിറ്റി ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം ആണ്. മ്യൂച്വൽ ഹെൽപ്പ്, സർവീസ് മോട്ടീവ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതിലെന്തായിരിക്കും? പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ബോത്ത് സിസ്റ്റം അലൗ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഫ്രം അറ്റാച്ച്മെൻറ്റ് ഏത് സെക്ഷനാണ്? അപ്പോൾ ഏത് സെക്ഷനിലാണ് നമ്മൾ ഷെയർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക? സെക്ഷൻ 38 പ്രകാരമാണ് വരുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ
ഔട്ട്കം ഓഫ് എന്താണ് ട്രേഡ് യൂണിയൻ ആണ്. എന്ത് ഔട്ട്കം പ്രകാരമാണ്, എന്തിൻ്റെ കാരണം കൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ വന്നത്? ട്രേഡ് യൂണിയൻ, വോളണ്ടറി എഫേർട്ട്, ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്, നൺ. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ത്രൂ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെന്ന് അത് കൊണ്ടുവരുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്ഷൻ എന്താണ്? 28B ആണ്. സെക്ഷൻ 28B പ്രൊവൈഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ. 28B ആണ് കേട്ടോ. സെക്ഷൻ 28B ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. 39 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. 54 ആണ്. അത് കഴിഞ്ഞാൽ നബാർഡ് എന്താണ്? നബാർഡ് ഇസ് എ കോപ്പറേറ്റീവ് ബാങ്കാണോ, ഡെവലപ്മെൻറ്റ് ബാങ്കാണോ, ഷെഡ്യൂൾഡ് ബാങ്കാണോ, നണ്ണാണോ? നബാർഡ് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഒരു ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ് എന്ന് വെച്ചാൽ, ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ സ്ട്രക്ചർ എന്താണ്? സിംഗിൾ ടയർ ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫംഗ്ഷൻ അണ്ടർ എ സിംഗിൾ ടയർ സ്ട്രക്ചർ, സിംഗിൾ ടയർ സിസ്റ്റമാണ് വരുന്നത്. പിന്നീട് ജനറൽ കൗൺസിൽ ഓഫ് NCDC മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സാണ് ജനറൽ കൗൺസിൽ ഉണ്ടാവുക? 51 ആണ്. ദ ജനറൽ കൗൺസിൽ ഓഫ് ദ NCDC കൺസിസ്റ്റ് 51 മെമ്പേഴ്സ്. ഓക്കെ, 51 മെമ്പേഴ്സാണ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ദ റീസൺസ് ഫോർ ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വന്നത്? എന്ത് റീസൺ കാരണമാണ് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾ ഓഫ് ദി അബവ് ആണ്. അപ്പോൾ ഇതിൽ എല്ലാ കാരണങ്ങളുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ വേറെ ഓപ്ഷൻസ് വേണ്ടതാണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കണം നമ്മൾ. ഓവർ ദ ഇയേഴ്സ് ദ കോപ്പറേറ്റീവ് സെക്ടർ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദ നാഷണൽ എക്കണോമി. ഇറ്റ് ഹാസ് അച്ചീവ്ഡ് ലാർജ് ഗ്രോത്ത്. ഒരുപാട് വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഷോൺ വീക്ക്നെസ് ഇൻ സേഫ് ഗാർഡിങ് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അത് മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വീക്ക്നെസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താണ് അതിന് പരിമിതി വന്നിട്ടുണ്ട് അതിന്. ഇൻ ഫുൾഫില്ലിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഫോർ വിച്ച് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ ഓർഗനൈസ്ഡ്. എലക്ഷൻസ് വെയർ പോസ്റ്റ്പോൺഡ് ഇൻഡെഫിനിറ്റ്ലി ആൻഡ് നോമിനേറ്റഡ് ഓഫീസ് ബെയറേഴ്സ് കണ്ടിന്യൂഡ് ഫോർ ലോങ് പീരീഡ്സ് റെഡ്യൂസിങ് അക്കൗണ്ടബിലിറ്റി. നോമിനേറ്റ് ചെയ്ത ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അക്കൗണ്ടബിലിറ്റി കുറയുന്നുണ്ടായിരുന്നു. മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, പരിമിതികളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട്, അതായത് 97th അമെൻമെൻറ്റ് ആക്ടിലാണ് 2011 പുതിയൊരു കോപ്പറേറ്റീവ് നിയമം നിലവിൽ വന്നത്. കാര്യം എന്താ വെച്ചാൽ രാജ്യം വളരുന്നതിനനുസരിച്ച് കോപ്പറേറ്റീവ് മേഖലയിൽ വന്ന വളർച്ചക്കനുസരിച്ചിട്ടുള്ള ഒരു പുതിയൊരു ആക്ടാണെന്ന് കൊണ്ടുവന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണ് ആർട്ടിക്കിൾ മേക്കിംഗ് കോപ്പറേറ്റീവ് ഫോർമേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. കോപ്പറേറ്റീവ് ഫോർമേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 19C ആണ്. ആർട്ടിക്കിൾ 19C ആണ് വരുന്നത്. പിന്നീട് പവേഴ്സ് ടു മേക്ക് റൂൾസ് അണ്ടർ കേരള കോപ്പറേറ്റീവ് ആക്ട്. ആർക്കാണ് പവേഴ്സ് ഉള്ളത്? ഗവൺമെൻറ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി, രജിസ്ട്രാർ, കോപ്പറേറ്റീവ് യൂണിയൻ. ഗവൺമെൻറ്റിനാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണല്ലോ കേട്ടോ. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ദ പവർ ടു ഫ്രെയിം റൂൾസ് അണ്ടർ കോപ്പറേറ്റീവ്സ് ആക്ട് ആണ്. Dash was the chairman of high-powered committee on cooperatives appointed by India in 2009. Shivaji Rao Patil, A. Vaidyanathan, Sir Malcolm Darling and Nijalingappa. Shivaji Rao Patil ആണ്. The high-powered committee on cooperatives in 2009 was chaired by Shivaji Rao G. Patil. അടുത്തത് an officer who executes the award is called സെയിൽസ് ഓഫീസറാണ്. ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ് അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. സെയിൽ ഓഫീസറാണ്. പിന്നീട് വരുന്നത് ചെയർമാൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ അഡ്വൈസറി കമ്മിറ്റിയാണ്. ആരാണ് കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അഡ്വൈസറി കമ്മിറ്റിയിലുള്ളത്? അതിൻ്റെ ചെയർമാൻ ആരാണ്? മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് വരാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. മിനിസ്റ്റർ ഓഫ് കോപ്പറേഷനെക്കാട്ടിയും ചെയർമാൻ ഓഫ് കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയിൽ, അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അല്ല. പിന്നീട് സർചാർജ് ലെവീഡ് അണ്ടർ സെക്ഷൻ. ഏത് സെക്ഷൻ പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ സർചാർജ് വരുന്നത്? നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 68 ആണ്. സോ ആൻസർ ഈ 68. സർചാർജ് വരുന്നത് 68 പ്രകാരമാണ്.
പിന്നീട് നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, NCHF, അതെന്നാണ് ഫൗണ്ട് ചെയ്തത്? 68, 69, 70, 71. 69 നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969 ആണ്. Security for long-term asset does not include mortgage of fixed asset, pledge of goods, hypothecation of movable assets, none of these. നോക്കിക്കഴിഞ്ഞാൽ pledge of goods ആണ്. Pledge is generally used for short-term loans, not long-term loans എന്നുള്ളതാണ്. പിന്നെ ബ്രിഡ്ജ് ലോൺസ് ആർ പ്രൊവൈഡഡ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ്. ബ്രിഡ്ജ് ലോൺ എന്തിനാണ് കൊടുക്കുന്നത്? Meeting urgent needs, winding up of the company, construction of bridges, merging one bank with another ആണ്. മീറ്റിംഗ് ഷോർട്ട് ടേം അർജൻറ്റ് നീഡ്സ്, അതായത് ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുക, പെട്ടെന്നൊരു ലോണ് കൊടുക്കുന്നതാണ്. പിന്നീട് എന്താണ്? ക്യാപിറ്റൽ ആഡ്വക്കസി ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഡാഷ് നോംസ് ഓഫ് ഗുഡ് ഗവർണൻസ്. എന്ത് നോംസ് ആണത്? ബേസൽ നോംസ് ആണ്. ക്യാപിറ്റൽ ആഡ്വക്കസി ഇസ് എ കോർ പില്ലർ ഓഫ് ബേസിൽ നോംസ് ഫോർ ബാങ്കിങ് റെഗുലേഷൻ ആൻഡ് ഗവേണൻസ് എന്നുള്ളതാണ്. പിന്നീട് IFSC കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ ആൽഫ. നമ്മുടെ IFSC കോഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്? 11 നമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. IFSC കോഡിൽ, ബാങ്കിൻ്റെ IFSC കോഡിൽ 11 നമ്പേഴ്സാണ്. അത് ഇനിയിപ്പോൾ കോപ്പറേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ദി മാർക്കറ്റ് ഓഫ് ഷോർട്ട് ടേം ലോൺസ് ഇസ് കോൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ബിൽ മാർക്കറ്റ്, ആക്സെപ്റ്റൻസ് മാർക്കറ്റ്, മണി മാർക്കറ്റ്. അത് മണി മാർക്കറ്റാണ് ഷോർട്ട് ടേം ഫണ്ട്സ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ വരുന്നത്. എക്സ്പാൻഡ് CTS ആണ്, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ ട്രാൻസാക്ഷൻ സോഫ്റ്റ്വെയർ, ക്ലിയർ ട്രാൻസാക്ഷൻ സിസ്റ്റം, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ആണ്. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ആണ് CTS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ് ഫോർ ഫാസ്റ്റർ ചെക്ക് ക്ലിയറിംഗ് ആണ്. വിച്ച് കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? വിസ, മാസ്റ്റർ, റുപ്പേ ആൻഡ് മെയ്സ്ട്രോ. റുപ്പേ ഡെബിറ്റ് കാർഡാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഇന്ത്യ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്. NBFCs are allowed to accept public deposit for a maximum period of 12 months, 48 months, 72 months and 60 months. 60 months ആണ്. As per RBI norms, NBFC can accept public deposit for a maximum period of 60 months ആണ്. അത് കഴിഞ്ഞാൽ the rate of interest in the call money is determined by lenders, borrowers, RBI, SEBI, Indian Bank Association. ലെൻഡേഴ്സും ബോറോവേഴ്സ് ആട്ടോ നിശ്ചയിക്കുക rate of interest. When the drawer of a check mentions a future date, it is called. ഒരു ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ പ്രീ ഡേറ്റഡ് ആണോ, പോസ്റ്റ് ഡേറ്റഡ് ആണോ, സ്റ്റേൽ ചെക്ക് ആണോ, നൺ ഓഫ് ദീസ് ആണോ? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണ്. എ ചെക്ക് ബാരിങ് ഫ്യൂച്ചർ ഡേറ്റ് ഇസ് നോൺ ആസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റ് ഉള്ളത് എന്താണ്? പോസ്റ്റ് ഡേറ്റഡ് ആണ്. പ്രീ ഡേറ്റഡ് എന്ന് വെച്ചാൽ മുൻപാണ് ഡേറ്റ് വന്നത്, ആ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്റ്റേൽ ചെക്ക് എന്ന് വെച്ചാൽ അതാണ് ഇൻവാലിഡ് ചെക്കായി കഴിഞ്ഞതാണ്. Demonetization of 500 and 1000 notes were announced on 2016 November 18 ആണോ, 2018 November 8 ആണോ, 2016 November 28 ആണോ, 2016 November 8 ആണോ? 2016 November 8 ആണ്. The government of India announced demonetization on November 8, 2016. അത് കഴിഞ്ഞ് മോസ്റ്റ് സൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ്. ട്രേഡേഴ്സിന് പറ്റിയ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീം ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ബിസിനസ്സുകാർക്കധികം, അതായത് അതിന് ലിമിറ്റ് ഉണ്ടാവില്ല ട്രാൻസാക്ഷൻ. പിന്നെ ഡോക്യുമെൻറ്റ് ഡ്രോൺ ബൈ ഡെപ്റ്റർ കണ്ടെയ്നിങ് ആൻഡ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ടു പേ മണി ടു ദ ക്രെഡിറ്റർ എന്നാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ക്രോസ്ഡ് ചെക്ക്. പ്രോമിസറി നോട്ടാണ്. കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ആരാ ഡ്രോ ചെയ്യുന്നത്, ആരാണത് തയ്യാറാക്കുന്നത്? ഡെപ്റ്ററാണ് തയ്യാറാക്കുന്നത്. ക്രെഡിറ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് വരും? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് ഇഫ് എ ചെക്ക് ഈസ് നോട്ട് ക്രോസ്ഡ് ഇറ്റ് ഈസ് കോൾഡ്. ഒരു ചെക്ക് ക്രോസ് ചെയ്തിട്ടില്ല അതിനെന്താ വിളിക്കുക? ഓപ്പൺ ചെക്കാണ്. ചെക്ക് വിച്ച് ഇസ് നോട്ട് ക്രോസ്ഡ് ഇസ് കോൾഡ് ഓപ്പൺ ചെക്ക് ആൻഡ് ക്യാൻ ക്യാഷ്ഡ് അറ്റ് ദ കൗണ്ടർ എന്നുള്ളതാണ്. ഓപ്പൺ ചെക്കാണ്. പിന്നീട് അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡാഷ് ഓർഡർ അക്കോർഡിംഗ് ടു ക്ലേറ്റൺസ് കേസ് ആണ്. അപ്രോപ്രിയേഷൻ ആൽഫബറ്റിക്കൽ ആണോ, പ്രിഫറൻഷ്യൽ ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡർ ഓർ സ്പെസിഫിക് ഓർഡർ? ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ക്ലേറ്റൺസ് കേസ് ഫോളോസ് ദ റൂൾസ് ഓഫ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. സോ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. പിന്നീട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ആർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്സ്, എക്സ്ചേഞ്ച് ബാങ്ക്സ് ആൻഡ് റൂറൽ ബാങ്ക്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാങ്ക്സ് ആണ് ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആർ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് മെയിൻലി പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ആണ്. The security which holds stability in its price, gold, share of company, real estate, government bonds ആണ്.
High cash reserve ratio will lead to higher volume of credit, lower volume of credit, no effect on volume of credit, none of these. Lower volume of credit ആണ്. High CRR reduces the lendable funds with എന്താണ് ബാങ്ക്സ് ആണ്. ക്രെഡിറ്റിൻ്റെ അളവ് കുറയുക ചെയ്യുക, കടം കൊടുക്കുന്നതിൻ്റെ അളവ് കുറയാണ് ചെയ്യുക. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഡസ് നോട്ട് ഇൻവോൾവ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഇൻവോൾവ് ചെയ്തത് അഗ്രികൾച്ചർ, ഹൗസിംഗ് ഫിനാൻസ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, SSI യൂണിറ്റ്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് എക്സ്ക്ലൂഡഡ് ഫ്രം പ്രയോറിറ്റി ലെൻഡിങ് ആണ്. അഗ്രികൾച്ചർ, ഹൗസിംഗ് ഫിനാൻസ്, SSI യൂണിറ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നീട് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ദ RBI ഡാഷസ് സെക്യൂരിറ്റീസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് ആണ്. ബൈസ് ആണോ കൺവേർട്ട്സ് ആണോ, സെൽസ് ആണോ, കൺട്രോൾസ് ആണോ? സെൽസ് ആണ്. സെക്യൂരിറ്റി വിൽക്കും, പൈസ ബാങ്കിലേക്ക് എത്തും. പണത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാനാണ് സെക്യൂരിറ്റികൾ വിൽക്കുന്നത്. ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ഹാൻഡിൽഡ് ബൈ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന നബാർഡ്, RRB, SBI. RBI ആണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസ് അണ്ടർ RBI ആണ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫങ്ഷൻ ഇൻ 53, 45, 32, 35 ആണ്. RBI commenced its operation in 1st April 1935. The following is not a nationalized bank. State Bank of India, Canara Bank, Dhanalakshmi Bank, none of this. ധനലക്ഷ്മി ബാങ്ക് എന്താണ്? ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്, നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്, കസ്റ്റമർ, ഡെപ്റ്റർ, ക്രെഡിറ്റർ. ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് എ കസ്റ്റമർ ആണ്. ECS ഇലക്ട്രോണിക് ചെക്ക് ക്ലിയറൻസ്, ഇലക്ട്രോണിക് കസ്റ്റമർ സർവീസ്, ഇലക്ട്രോണിക് കൺസ്യൂമർ സർവീസ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ് കേട്ടോ ECS. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ്. ECS is used for bulk electronic transfer of funds. The relationship between customer and banker in the case of deposit ആണ്. എന്താണ് വരിക? ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969 എത്രയാണ്? 16, 18, 14, 17. 14 ബാങ്ക്സ് ആണ് 69 നാഷണലൈസ് ചെയ്തത്. The management of accounts receivable of the exporter or manufacturer is known as. Management of accounts receivable of the exporter or manufacturer is known as foreign exchange service, restructuring service, factoring service, venture capital assistance. Factoring service ആണ്. ബിൽസ് റിസീവബിൾ മാനേജ് ചെയ്യുന്ന പോലെ ഈ എക്സ്പോർട്ടറിനെ സഹായിക്കുന്നതാണ് ഫാക്ടറിങ് സർവീസ്. The bank which meets the long-term requirements of agriculturalists. Land Development Bank, State Cooperative Bank, Regional Rural Bank, none of these. Land Development Banks provides long-term agricultural loans. The major players in Indian money market: cooperatives, private money lenders, non-banking financial institutions, commercial banks. Commercial banks ആണ് മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും എന്താണ് അതിലെ മെയിൻ പ്ലെയേഴ്സ് ആയിട്ട് വരുന്നത്, കമേഴ്ഷ്യൽ ബാങ്ക്സ്. Which of the following is not an external cause of NPA? External cause of NPA ൻ്റെ കാരണമല്ലാതെ poor credit appraisal system, industrial recession, government policy, natural calamities. Poor credit appraisal system of bank ആണ്. അത് ബാങ്കിൻ്റെ ഇൻറ്റേർണൽ മാറ്ററാണ്, എക്സ്റ്റേണൽ അല്ല. ഇൻഡസ്ട്രിയൽ റിസഷൻ, ഗവൺമെൻറ് പോളിസി, നാച്ചുറൽ കലാമിറ്റി ഒക്കെ എക്സ്റ്റേണൽ ആണ്, ഇത് ഇൻറ്റേർണൽ ആണ്. പിന്നീട് എന്താണ്? ദ നോൺ പെർഫോമിംഗ് അസെറ്റ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ് ആർ ടേംഡ് ആസ് ഡൗട്ട്ഫുൾ അസെറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസെറ്റ്, ലോസ് അസെറ്റ്, സ്റ്റാൻഡേർഡ് അസെറ്റ്. ലോസ് അസെറ്റ് ആണ്. ലോസ് അസെറ്റ് ആർ കൺസിഡേർഡ് ഇർറിക്കവറബിൾ ആൻഡ് ഷുഡ് ബി റിട്ടേൺ ഓഫ് എന്നുള്ളതാണ്. സർഫേസി ആക്ട് 2002 came into force to manage NPA, to control black money, to regulate ഫോറിൻ എക്സ്ചേഞ്ച്, ടു അവോയ്ഡ് സൈബർ ക്രൈംസ് ആണ്. ടു മാനേജ് NPA ആണ്. എന്താണ്? നോൺ പെർഫോമിംഗ് അസെറ്റിനെ മാനേജ് ചെയ്യാനാണ്. An organization which underwrites the securities of a corporate entity. Unit bank, branch bank, merchant bank, none of these ആണ്. മെർച്ചൻ്റ് ബാങ്ക് ആണ്. മെർച്ചൻ്റ് ബാങ്ക് പ്രൊവൈഡ്സ് അണ്ടർറൈറ്റിംഗ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് ആണ്. അത് കഴിഞ്ഞാൽ ലൈസൻസിങ് ടു ബാങ്കിങ് കമ്പനീസ് ഈസ് ഗിവൺ അണ്ടർ സെക്ഷൻ ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആയിട്ട്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ലൈസൻസിങ് വെക്കുന്നത്? സെക്ഷൻ 45, 22, 32, 23. Section 22 of the Banking Regulation Act deals with licensing of banking companies. The expense of special audit of a banking company ordered by RBI shall be borne by. അതായത് ഈ സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ ചിലവുകൾ ആരാണ് വഹിക്കുക എന്നുള്ളതാണ്. ഓഡിറ്റ് കമ്പനി ഓഫ് എ ബാങ്കിങ് കമ്പനി ഓർഡർഡ് ബൈ RBI shall be borne by ബാങ്കിങ് കമ്പനി തന്നെയാണ്. As per Banking Regulation Act, expense of special audit are borne by banking company. റിസർവ് ബാങ്കോ മിനിസ്ട്രി ഓഫ് ഫിനാൻസോ CAG ഒന്നുമല്ല. As per PMJJBY scheme, the death of the insured, the risk coverage is available
2 lakh, 5 lakh, 2.5, 4.5. 2 lakh ആണ്. പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയാണ്. കവേർഡ് 2 lakh ആണ് കേട്ടോ. നമുക്ക് എന്ത് ഡെത്ത് ഓൺ ദ ഡെത്ത് ഓഫ് ഓർ ഇഞ്ചേർഡ് ആണ്. ഡെത്ത് ഓഫ് ഇൻഷുർഡ് ആണ്. റിസ്ക് കവറേജ് അവൈലബിൾ വരുന്നത് 2 ലക്ഷമാണ്. Under Adult Pension Yojana, the guaranteed pension is receivable at the age of 60 years. Adult Pension Yojana, subscribers receive guaranteed pension after attaining 60 years. The right to set off means right to sell, right to transfer, right to buy, right to combine. Right to set off allows the bank to combine 2 or more accounts of a customer to adjust dues. Banker's line is always general line, specific line, mortgage line, none of these. General line. Banker's line is a general line following retention of goods for balance due. Input and output devices such as monitors and keyboards. നമ്മൾ കമ്പ്യൂട്ടറായിട്ട് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ IT ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് സച്ച് ആസ് മോണിറ്റേഴ്സ് ആൻഡ് കീബോർഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് അർത്തമെറ്റിക് യൂണിറ്റ്സ്, control unit devices, peripheral devices, main store devices. Peripheral devices are 2 types of memories. RAM and ROM are part of backup memory, main memory, short-term memory, long-term memory. Main memory ന്റെ ഭാഗം തന്നെയാണ് റാമും റോമും. എക്സാമ്പിൾ ഓഫ് സിസ്റ്റം പ്രോഗ്രാംസ് ഇൻക്ലൂഡ്. സിസ്റ്റം പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ, ട്രേസ് പ്രോഗ്രാം, കമ്പൈലർ, ഓൾ ഓഫ് ദ അബവ് ആണ്. അപ്പോൾ സിസ്റ്റം പ്രോഗ്രാംസ് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ, ട്രേസ് പ്രോഗ്രാം, കമ്പൈലർ ഒക്കെ വരും. A program that provides users with a grid, rows and columns is classified as column grid, spreadsheet, rows grid, reliability grid. Spreadsheet ആണ് കേട്ടോ. അത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ലൈക്ക് Excel uses rows and columns to organize data. ISP stands for Internet Service Provider, Internet System Provider, Internet Service Provider, International System Program, Internet Service Provider. ISP refers to a company that provides internet access to users. A device used to boost signal between 2 cable segments or wireless access points is booster, repeater, switch, router. Repeater regenerates and amplifies signals to extend network distance. The process of transferring files from a computer to the network to your computer, from a computer on the internet to your computer is uploading, forwarding, FTP, downloading. അത് ഡൗൺലോഡിംഗ് ആണ്. ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡൗൺലോഡിംഗ് ആണ്. Which of the following is not used as a generate dynamic web pages? PHP, ASP.NET, JSP, none of the mentioned ആണ്. PHP ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കുന്നതാണ്, ASP ഉണ്ടാക്കുന്നതാണ്, JSP ഉണ്ടാക്കുന്നത്. അപ്പോൾ നൺ ഓഫ് ദി അബവ് മെൻഷൻഡ് ആണ്. കമ്പ്യൂട്ടർ ജാർഗൻ WWW സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് അതിന് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് വേം ആണ്. അങ്ങനത്തെ ഒരു ജാർഗൻ വരികയാണെങ്കിൽ എന്താണ്? വേൾഡ് വൈഡ് വെബ് വേം ആണ് കേട്ടോ വരിക. വേൾഡ് വൈഡ് ഇതൊന്നല്ല, വൈൽഡ് ലൈഫ് വുമൺസ് ഒന്നല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT Act 2001 എപ്പോഴാണ് വന്നത്? IT Act 2008 അമെൻമെൻറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കട്ടോ.